ആത്മജ്ഞാനം നേടാൻ യോഗവാസിഷ്ഠത്തെക്കാളും മേന്മയുള്ള മറ്റൊരു ഗ്രന്ഥവുമില്ല. അതായത് ആത്മജ്ഞാനത്തിന് ഉതകുന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് യോഗവാസിഷ്ഠം. ഇത് വസിഷ്ഠ മഹർഷിയുടെ അഭിപ്രായമാണ്. അസ്മാത് ഗ്രന്ഥാദൃതേ ഗ്രന്ഥഃ നാന്യഃ സ്വാത്മാവബോധനെ നൂനമർത്ഥകരോ ഗ്രാഹ്യഃ തിലസ്തൈലാർത്ഥിനാമിവ. ഈ ഗ്രന്ഥത്തെക്കാളും അന്യമായി, ഇതിൽ നിന്ന് വേറിട്ട് ആത്മജ്ഞാനം നേടിത്തരുന്ന അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന് ഉതകുന്ന മറ്റൊരു ഗ്രന്ഥവുമില്ല. ഇത് നിശ്ചയമായും പ്രയോജനം ചെയ്യും. നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ ഒരു ഗ്രന്ഥത്തെ സമീപിക്കുന്നത്, ആ ലക്ഷ്യം ആ ഗ്രന്ഥം നേടിത്തരുന്നില്ല എങ്കിൽ ആ ഗ്രന്ഥം പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? മോക്ഷം നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഗ്രന്ഥം യോഗവാസിഷ്ഠം തന്നെയാണ്. നൂനമർത്ഥകരഃ, ഇത് തീർച്ചയായും ഫലപ്രദമാണ്. ഒരു രോഗത്തിനുള്ള മരുന്ന് ഒരു ഡോക്ടർ തരുമ്പം ഇതൊരു 2 ആഴ്ച കഴിച്ചു നോക്ക്, രോഗം വാശിയായില്ലെങ്കിൽ മറ്റൊരു മരുന്ന് കുറിച്ച് തരാം. അതൊന്നും അങ്ങനെയൊന്നും അല്ല ഒരു ഡോക്ടർ സംസാരിക്കേണ്ടത്. ഈ മരുന്ന് കഴിക്കൂ, നിശ്ചയമായും നിങ്ങളുടെ രോഗം വാശിയാവും, അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ രോഗത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ ആ ഗ്രന്ഥകർത്താവിന് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റും. അതാണ് ഈ ഗ്രന്ഥങ്ങളുടെ മഹത്വം, അധ്യാത്മ ഗ്രന്ഥങ്ങളുടെ മഹത്വം. നൂനമർത്ഥകരഃ, ഇത് തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും, നിങ്ങളെ ലക്ഷ്യത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് ഇത് വായിക്കണം, ഇത് പഠിക്കണം, ഇതിനെ കേൾക്കണം. ഗ്രാഹ്യഃ, ഇതിനെ നിങ്ങൾ ഗ്രഹിക്കുക തന്നെ വേണം. ഇത്ര വ്യക്തമായി സത്യത്തെ പല വീക്ഷണകോണുകളിലൂടെയും വിശകലനം ചെയ്യുന്ന മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നല്ലതുപോലെ അധ്യയനം ചെയ്യണം. തിലസ്തൈലാർത്ഥിനാമിവ, തൈലം എന്ന് പറഞ്ഞാൽ തിലത്തിൽ നിന്ന് കിട്ടുന്നതാണ് തൈലം. എല്ലാ എണ്ണകൾക്കും നമ്മൾ തൈലം എന്ന് പറയാറുണ്ടെങ്കിലും ശരിക്കും നല്ലെണ്ണയ്ക്ക് മാത്രമേ തൈലം എന്ന പേര് യോജിക്കുകയുള്ളൂ. കാരണം തിലത്തിൽ നിന്ന് കിട്ടുന്നത്, എള്ളിൽ നിന്ന് കിട്ടുന്നത്, എള്ളിൻ്റെ നെയ്യാണ് എൾ നെയ്, എണ്ണൈ. അത് തമിഴാണ്. അവസാനമുള്ള ഐ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എണ്ണ, അപ്പം മലയാളമാണ്. എൾ നെയ്യാണ്. എങ്ങനെയാണോ പാലിൻ്റെ ഏറ്റവും സാരമായ ഭാഗമായി നെയ്യ് വർത്തിക്കുന്നത്, അവസാനത്തെ പ്രോഡക്റ്റാണ്. മിൽക്ക് പ്രോഡക്ട്സിൽ അവസാനത്തേത് നെയ്യാണ്. അതിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? പാല് ഉറയൊഴിച്ചാൽ തൈര്, തൈര് കടഞ്ഞാൽ വെണ്ണ, വെണ്ണ ഉരുക്കിയാൽ നെയ്യ്, ഇനി ഒന്നുമില്ല. അതാണ് അവസാനം. അത് അഗ്നിയിൽ ഒഴിക്കേണ്ടതാണ്, ഹോമത്തിനും മറ്റും. അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ ജാഠരാഗ്നിയിൽ ഈ നെയ്യ് പതിക്കേണ്ടതാണ്. നെയ്യ് കൂട്ടി ചോറ് കഴിക്കണം എന്നാണ്. നെയ്യും പരിപ്പും മസ്റ്റാണ്. പണ്ട് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഊണ് കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായിരുന്നു. അവിടെ നിന്ന് ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവിനെയും നമ്പ്യാരെയും സദ്യയ്ക്ക് ക്ഷണിച്ചു. അപ്പോൾ ചെമ്പകശ്ശേരി നാട്ടിലേക്ക് പോയി. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെമ്പകശ്ശേരി രാജാവ് കുഞ്ചൻ നമ്പ്യാരോട് ചോദിച്ചു, അദ്ദേഹം വലിയ കവിയാണല്ലോ, അപ്പോൾ കവിയോട് പറഞ്ഞു, ഇന്നത്തെ ഊണിനെക്കുറിച്ച് ഒരു കവിത എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായിരുന്നോ, അല്ലെങ്കിൽ ഇടത്തര ഊണായിരുന്നോ, അല്ലെങ്കിൽ മോശമായിരുന്നോ? അങ്ങയുടെ അഭിപ്രായം എന്തായാലും ഒരു കവിതയിലൂടെ അതൊന്ന് പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ ഒരു കവിത എഴുതി. പത്രം വിസ്തൃതമത്ര തുമ്പമലർ തോറ്റോടിടീനോരന്നവും പുത്തൻ നെയ് കനിയപ്പഴുത്ത പഴവും കാളിപ്പഴം കാളനും 500 കറിക്കു ദാസ്യമേലും നാരങ്ങയും മാങ്ങയും യുദ്ധം ചെമ്പക നാട്ടിലഷ്ടി തൈർമോർ
മുട്ടാതെ കിട്ടും സുഖം. ഇതാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കവിത. എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഒരു സദ്യയെ ഇത്രത്തോളം പുകഴ്ത്താൻ വേറെ ആരും ഉണ്ടാവില്ല, അത്ര ഗംഭീരമായി. എന്താണ് അങ്ങ് തന്ന ഊണെന്ന് പറഞ്ഞാൽ, ചെമ്പകശ്ശേരി രാജാവിൻ്റെ സദ്യ എന്ന് പറഞ്ഞാൽ, ഓ, പത്രം വിസ്തൃതം. ആദ്യം ഇലയിട്ടു, നല്ല വീതിയുള്ള ഇല, തൂശനില, ചെറിയ ഇലയില്ല, വിസ്തൃതമായ ഇല. പത്രം വിസ്തൃതം. അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചെമ്പക നാട്ടിൽ തുമ്പമലർ തോറ്റോടിടീനോരന്നവും. തുമ്പപ്പൂ തോറ്റുപോകും, അങ്ങനെയുള്ള ചോറാണ്. നല്ല തൂവുള്ള നിറത്തിലുള്ള തുമ്പമലർ തോറ്റുപോകുന്ന അന്നം. പത്രം വിസ്തൃതമത്ര തുമ്പമലർ തോറ്റോടിടീനോരന്നവും. പുത്തൻ നെയ്, 5 ദിവസത്തിന് മുമ്പ് ഉരുക്കി ഫ്രിഡ്ജിനകത്ത് വെച്ച സാധനമല്ല. അപ്പോൾ വെണ്ണ ഉരുക്കി ഫ്രഷ് നെയ്യ് അതാണ് വിളമ്പുന്നത്. പുത്തൻ നെയ്യ്. കനിയ പഴുത്ത പഴവും, നല്ല പാകത്തിന് പഴുത്ത പഴം. കാളിപ്പഴം, അതൊരു വിശേഷപ്പെട്ട പഴമാണ്. കാളൻ, തോരൻ, പുളിശ്ശേരി എന്നൊക്കെ നമ്മൾ പറയാറല്ലോ. ഈ വടക്കോട്ടുള്ളവർക്ക് കാളൻ മസ്റ്റാണല്ലേ. കാളൻ നല്ല പുളിയായിരിക്കും. നമുക്ക് അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പുളിശ്ശേരിയാണ്. അതിനേക്കാളും നല്ല പുളിയായിരിക്കും കാളന്. അപ്പം അത് അവരുടെ ഊണിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. കാളിപ്പഴം കാളനും. 500 കറിക്ക് ദാസ്യമിയലും നാരങ്ങയും മാങ്ങയും. 500 കറികൾ ഈ നാരങ്ങ അച്ചാറിൻ്റെയും മാങ്ങ അച്ചാറിൻ്റെയും താഴെയെ നിൽക്കും. അത്ര ഒന്നാം തരം അച്ചാർ. മാങ്ങ കൊണ്ടുണ്ടാക്കിയത്, നാരങ്ങ കൊണ്ടുണ്ടാക്കിയത്. മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും. 500 കറിക്ക് ദാസ്യമിയലും നാരങ്ങയും മാങ്ങയും. യുദ്ധം. ഇങ്ങനെ ചെമ്പക നാട്ടിൽ, ഈ ചെമ്പകശ്ശേരി രാജ്യത്തിൽ, ചെമ്പക നാട്ടിൽ അഷ്ടി തൈർമോർ തട്ടാതെ അല്ലെങ്കിൽ മുട്ടാതെ കിട്ടും സുഖം. ഇവിടെ തൈരിനും മോരിനും ഒരു പഞ്ഞവും ഇല്ല. ഇഷ്ടം പോലെ പാലും തൈരും മോരും ഒക്കെ കിട്ടുന്ന ഒരു നാടാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല. സമ്പദ് സമൃദ്ധമായ നാട്. ഈ കവിത വായിച്ച് ഉണ്ടാക്കി ചെമ്പകശ്ശേരി രാജാവിനെ കേൾപ്പിച്ചു. അമ്പലപ്പുഴ രാജാവും കുഞ്ചൻ നമ്പ്യാരും വീണ്ടും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി. നമ്പ്യാരെ ഊണ് അത്ര ഗംഭീരമൊന്നും ആയില്ല, അങ്ങ് ഒരുപാട് അതിനെ അങ്ങ് പുകഴ്ത്തി പറഞ്ഞല്ലോ. അത്രയ്ക്ക് അങ്ങ് പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല, അത്ര സൂപ്പർ ഷാപ്പാടൊന്നും അല്ലായിരുന്നു. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, അല്ല ഊണ് മോശമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. പിന്നെ ഇങ്ങനെ ഇത്രയും പൊക്കി പറഞ്ഞതോ? ആര് പറഞ്ഞു പൊക്കി പറഞ്ഞു എന്ന്? അല്ല അങ്ങനെയാണല്ലോ, അത് ഞാൻ കേൾപ്പിച്ചു തരാം എങ്ങനെയാണ് അത് വായിക്കേണ്ടത് എന്നുള്ളത്. ഇതേ കവിത തന്നെ എങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞിട്ട് മാറ്റി വായിക്കുമ്പോൾ നേരെ വിപരീതമായ ഒരർത്ഥം ലഭിക്കും. പത്രം വിസ്തൃതമത്ര തുമ്പ. തുമ്പയുടെ ഇല പോലെയുള്ള ഇല. തുമ്പയുടെ ഇല കണ്ടിട്ടുണ്ടല്ലോ, അധികം വീതിയൊന്നുമില്ല, ചെറിയ ഇലയാണ്. പത്രം വിസ്തൃതം, അങ്ങനെ അവിടെ നിർത്താതെ പത്രം വിസ്തൃതമത്ര തുമ്പ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. തുമ്പയുടെ ഇല പോലെയുള്ള ഒരു ചെറിയ ഇല, അതാണ് അവിടെ നമുക്ക് ഊണ് കഴിക്കാനായിട്ട് കൊണ്ടിട്ടത്. പത്രം വിസ്തൃതമത്ര തുമ്പ. മലർ തോറ്റോടിടീനോരന്നവും. പൂ തോറ്റുപോകും എന്ന് പറഞ്ഞാൽ ഒരുപാട് വെന്ത് കുഴഞ്ഞ ചോറ്. പൂവ് തോറ്റുപോകും എന്ന് പറഞ്ഞാൽ, നമുക്ക് അരിമണികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും അങ്ങനെ ഓരോ വറ്റും പ്രത്യേകം ഇരിക്കണം. അങ്ങനെയാണ്, അതാണ് നമുക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ, വെന്ത് കുഴയുക എന്ന് പറയത്തില്ലേ, ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെയുള്ള ഊണാണ് ചിലരിഷ്ടപ്പെടുന്നത്. അവർ വയറ്റിന് അജീർണ അസുഖമുള്ളവരെ, അവർക്ക് മറ്റേ അരി കഴിച്ചാൽ വയറിളകും. അപ്പോൾ മലർ തോറ്റോടിടീനോരന്നവും. പൂവ് തോറ്റു പോകുന്ന എന്ന് പറഞ്ഞാൽ വെന്ത് മലർന്ന എന്നർത്ഥം. അങ്ങനെയുള്ള ചോറ്. അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം മോശമായിട്ടുള്ള അഭിപ്രായമാണ്. പുത്തൻ നെയ്യ് അവിടെ നിർത്തരുത്. പുത്തൻ നെയ്യ് കനിയേ.
നെയ്യ് കനച്ചു പോകുക എന്ന് നമ്മൾ പറയും, ചീത്തയായി കഴിഞ്ഞാൽ. അപ്പോൾ പുത്തൻ നെയ്യ് കനിയെ ഉണ്ടാക്കിയപ്പോൾ നല്ല നല്ല നെയ്യായിരുന്നു, പക്ഷെ അത് ഇരുന്നിരുന്ന് ചീത്തയായി കനച്ചു പോവുക എന്ന് പറയും. പുത്തൻ നെയ്യ് കനിയെ. പഴുത്ത പഴവും. പഴം എന്ന് പറഞ്ഞാൽ തന്നെ കായ പഴുത്തതാണ് പഴം. പഴുത്ത പഴം എന്ന് പറഞ്ഞാൽ ചീഞ്ഞളിഞ്ഞ പഴം. പഴം പിന്നെയും പഴുത്തു. പഴുത്ത പഴവും. കാളി എന്ന് പറഞ്ഞാൽ ചീത്തയായിന്ന്. പഴുത്ത പഴവും. പഴം പിന്നെയും ഇരിക്കുമ്പോഴത് പിന്നെയും പഴുത്തു. കാളി അവസാനം ചീഞ്ഞു. അങ്ങനെയുള്ള പഴമാണ് അവിടെ വിളമ്പിയത്. പഴങ്കാളനും. കാളിപ്പഴം കാളനും എന്നുള്ളതിന് പകരം പുത്തൻ നെയ്യ് കനിയ പഴുത്ത പഴവും കാളി അവിടെ ഒഴിച്ചത് പഴങ്കാളനാണ്. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടാക്കിയ കാളനാണ് വിളമ്പിയത്. പഴം കാളനും. 100 കറിക്ക് ദാസ്യമേലും നാരങ്ങയും മാങ്ങയും. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ 500 കറിയുടെ, അതായത് അനേകം വിഭവങ്ങളുടെ താഴെ നിൽക്കും ഈ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും. ഒരു കാശിന് കൊള്ളാത്തത് എന്നർത്ഥം. 500 കറിയുടെ താഴെയാണ്. നേരത്തെ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ 500 കറി ഈ അച്ചാറിൻ്റെ താഴെ നിൽക്കും എന്നാണ്. അത്ര വിശേഷപ്പെട്ടതെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പം അത് നേരെ മാറ്റി വ്യാഖ്യാനിക്കാല്ലേ എങ്ങനെ വേണമെങ്കിലും. ഈ വാക്കുകൾ എങ്ങനെ ചേർക്കുമ്പോൾ നേരെ വിരുദ്ധമായ ഒരർത്ഥം ലഭിക്കും. അപ്പോൾ 100 കറിക്ക് ദാസ്യമേലും നാരങ്ങയും മാങ്ങയും. ഇത്തം ഇപ്രകാരം ചെമ്പകനാട്ടിൽ, ചെമ്പകശ്ശേരി രാജ്യത്തിൽ അഷ്ടി തൈർമോർ, തൈരും മോരും അഷ്ടിക്കേ കിട്ടത്തുള്ളൂ, വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. വല്ലാത്ത ദൗർലഭ്യം, പഞ്ഞമാണ്. മുട്ടാതെ കിട്ടും സുഖം എന്ന് പറഞ്ഞാൽ മുട്ടില്ലാതെ കിട്ടുമെന്നല്ല. ഈ തൈരും മോരും ഒന്നും നമ്മുടെ കയ്യിൽ പുരളില്ല എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന അമൂല്യമായ സാധനങ്ങളാണ് തൈരും മോരും. അത്ര ദുർഭിക്ഷമാണ് ആ നാട്ടിൽ എന്ന് പുതിയ ഒരർത്ഥം കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വായിക്കുന്നവർക്ക് സദ്യ ഗംഭീരമായിരുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നും ഇതുപോലെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക. മലയാളത്തിലും ഉണ്ടല്ലോ അല്ലേ? ഉദ്ദേശിക്കുന്നത് നേരെ വിപരീതമായ അർത്ഥമായിരിക്കും. പറയുമ്പോൾ ഓ അങ്ങുണ്ടല്ലോ, അങ്ങ് കർണൻ്റെ പരമ്പരയിൽ ജനിച്ച ആളാണ് എന്ന് പറഞ്ഞാൽ, കർണൻ്റെ പരമ്പര എന്ന് പറഞ്ഞാൽ ദാനശീലം, അതാണ്. ഇപ്പോൾ കർണൻ്റെ പരമ്പരയിൽ ജനിച്ച ആളെന്ന് പറഞ്ഞാൽ വലിയ ധാരാളം ദാനം ചെയ്യുന്നയാൾ എന്ന അർത്ഥം സ്വീകരിക്കാം. പക്ഷേ ആക്കി പറഞ്ഞാൽ ഓ ഹരിശ്ചന്ദ്രൻ്റെ എന്താ പറയുന്നത്, കൊച്ചുമോനാണ്, ഹരിശ്ചന്ദ്രൻ്റെ കൊച്ചുമോനാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ തുടക്കം തന്നെ നമ്മൾ വിഷയത്തിൽ നിന്ന് അല്പം മാറിപ്പോയി, സാരമില്ല. ഇനി അധികം വ്യതിചലിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. നൂനമർത്ഥകരോ ഗ്രാഹ്യസ്ഥിലസ്തൈലാർത്ഥിനാമിവ, അവിടെ നിന്നാണ് തുടങ്ങിയത്. തൈലം, എണ്ണ വേണമെന്ന് ആഗ്രഹിക്കുന്നയാൾ എള്ളാണ് അന്വേഷിക്കുക. കാരണം എള്ളിൽ നിന്ന് മാത്രമേ എണ്ണ കിട്ടൂ. അതുപോലെ നിങ്ങൾക്ക് മോക്ഷം എന്ന ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കണമെങ്കിൽ അതിന് വാസിഷ്ഠം പോലെ ഉതകുന്ന മറ്റൊരു ഗ്രന്ഥവും ഇല്ല. ഇനി നമുക്ക് 40-ാമത്തെ ശ്ലോകം വായിക്കാം. ആത്മജ്ഞാനമിദം ശാസ്ത്രം പ്രകാശയതി ദീപവതേ പിതേവ ബോധയത്യാശു കാന്തേവ രസയത്യലം. ആത്മജ്ഞാനം ഇദം ശാസ്ത്രം പ്രകാശയതി ദീപവത്. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ യോഗവാസിഷ്ഠം അല്ലെങ്കിൽ ജ്ഞാനവാസിഷ്ഠം അല്ലെങ്കിൽ അധ്യാത്മശാസ്ത്രം, ഇത് വിളക്ക് എങ്ങനെയാണോ വസ്തുക്കളെ നല്ലപോലെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. എന്താണ് ഈ ആത്മജ്ഞാനം അഥവാ ആത്മാവെന്ന് പറയുന്നത് എന്താണ്, അതിനെ എങ്ങനെയാണ് നമുക്ക് നേടാൻ കഴിയുക, അല്ലെങ്കിൽ ആ ജ്ഞാനം എങ്ങനെയാണ് നമ്മൾ സമ്പാദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം. ഇത് എങ്ങനെയാണ് അജ്ഞാനികൾ ഈ ഗ്രന്ഥം ഉദ്ബോധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, പിതേവ ബോധയത്യാശു, ഒരച്ഛൻ തൻ്റെ മകനെ എങ്ങനെയാണോ ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്തുന്നത്,
നേർവഴിക്ക് നടത്തുന്നത്. നല്ല ഒരു അച്ഛനാണെങ്കിൽ കുട്ടികളെ തല്ലാറില്ല. അവന് സമാധാനമായിട്ട് മടിയിൽ പിടിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ ഒരച്ഛൻ മകനെ എന്ന പോലെ അജ്ഞാനികൾക്ക് ഈ ആത്മതത്വത്തെ അല്ലെങ്കിൽ ആത്മജ്ഞാന മാർഗത്തെ വ്യക്തമായി ബോധിപ്പിച്ചു കൊടുക്കുന്നു ഈ ശാസ്ത്രം. കാന്തേവ രസയത്യലം. ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ എങ്ങനെയാണോ അനുകൂലയായിരിക്കുന്നത്, ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് കൂറും കടപ്പാടും ആത്മാർത്ഥതയും ഒക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരിക്കണം ശരിയായ ഭാര്യ. ഭാര്യയുടെ ധർമ്മം അതാണ്. ആ ഭാര്യ ഒരു ഭർത്താവിന് അനുകൂലമായി ജീവിച്ച് ഭർത്താവിൻ്റെ ജീവിതം കൂടുതൽ സുഖകരമാക്കി തീർക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അജ്ഞാനികളുടെ ജീവിതത്തിൽ സുഖം അണയ്ക്കുന്നതാണ്, അവർക്ക് എന്തെന്നില്ലാത്ത മനഃശാന്തി സ്വസ്ഥത പ്രദാനം ചെയ്യുന്നതാണ് ഈ കൃതി. ഇതര അധ്യാത്മഗ്രന്ഥേഭ്യോ അസ്യ കോതിശയ തമാഹ ആത്മജ്ഞാനമിതി. ഈ ആത്മജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന അനേകം വേദാന്ത കൃതികളുണ്ട്. അവയ്ക്കൊന്നുമില്ലാത്ത സവിശേഷത ഈ വാസിഷ്ഠത്തിന് മാത്രം എങ്ങനെയാണ് ഉള്ളതാവുക എന്ന് ചോദിച്ചാൽ, ഇത് മറ്റ് കൃതികൾ ഉദ്ബോധിപ്പിക്കുന്നതിനേക്കാളും വളരെ വ്യക്തമായി സംശയത്തിൻ്റെ ലേശം പോലും സംശയം ഉണ്ടാകാത്ത രീതിയിൽ ആത്മതത്വത്തെ ഉള്ളംകൈ നെല്ലിക്ക പോലെ വ്യക്തമാക്കി പ്രതിപാദിക്കുന്നു, വ്യക്തമായി അതിനെ വിശദീകരിക്കുന്നു. അങ്ങനെ ജ്ഞാനം അത് നമ്മുടെ ബുദ്ധിയിൽ പ്രകാശിക്കാൻ ഈ കൃതി വളരെയേറെ സഹായിക്കുന്നു. അതുകൊണ്ട് മറ്റ് ഗ്രന്ഥങ്ങൾക്കില്ലാത്ത വൈശിഷ്ട്യം അല്ലെങ്കിൽ പ്രത്യേകത ഈ കൃതിക്കുണ്ട് എന്നാണ് വസിഷ്ഠ മഹർഷിയിലൂടെ വാൽമീകി മഹർഷി പറയുന്നത്. വിദ്യമാനമവിജ്ഞാനം ജ്ഞാതം ശാസ്ത്രഗണാന്നയതേ ദുർബോധേ മധുരം തത്തോ ജ്ഞാസ്യന്തീതോ ന സംശയഃ. വസിഷ്ഠ മഹർഷി എന്ന് പറഞ്ഞാൽ ഇന്ന് വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം പറയുന്ന എന്ത് കാര്യവും ഉറപ്പിച്ച് തറപ്പിച്ച് പറയും. അദ്ദേഹം ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ അത് കുറുപ്പിൻ്റെ ഉറപ്പ് പോലെയല്ല. നമ്മളങ്ങനെ പറയാറുണ്ട്, കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്നർത്ഥം, വെറുതെ വാക്കിൽ മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല. വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അമിതമായ വിശ്വാസം അർപ്പിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഉറപ്പുള്ള കാര്യമാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ, വസിഷ്ഠ മഹർഷിയല്ല വാൽമീകി മഹർഷി, വസിഷ്ഠനെ കൊണ്ട് പറയിക്കുന്നത്. വിദ്യമാനം അവിജ്ഞാനം. മറ്റ് പല ഗ്രന്ഥങ്ങളും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം, പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ആത്മാവിനെക്കുറിച്ച് ഏകദേശം അറിവും ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ വ്യക്തത വന്നിട്ടുണ്ടാവില്ല. വ്യക്തത, തെളിച്ചം, ഈ ആത്മതത്വം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കണമെങ്കിൽ യോഗവാസിഷ്ഠം തന്നെ വായിക്കണം. വിദ്യമാനമവിജ്ഞാനം. നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായിരിക്കും. ഒരു ഏകദേശം ഈ ആത്മതത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. ജ്ഞാതം ശാസ്ത്രഗണാന്നയത്. എന്നാലും ഈ ആത്മതത്വം ശരിക്കും എന്താണിത് എന്നുള്ളത് മറ്റ് അനേകം ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും നിങ്ങൾക്ക് പിടികിട്ടാതെ ഇരിക്കാം. അങ്ങനെയുള്ളവർ ഈ ഗ്രന്ഥം വായിക്കട്ടെ എന്ന്. അങ്ങനെയുള്ളവർ ഈ യോഗവാസിഷ്ഠം വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ജ്ഞാനം അവരുടെ ഉള്ളിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. ദുർബോധം മധുരം തത്തു. മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് ഈ ആത്മതത്വം. കാരണം അതിസൂക്ഷ്മമാണ്. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമായി വർത്തിക്കുന്നതാണ് ഈ ആത്മതത്വം. അതുകൊണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. പക്ഷേ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാലോ മധുരം, അത്യന്തം മധുരമാണ്, ഹൃദ്യമാണ്. കാരണം ഈ ആത്മാവ്
ആനന്ദസ്വരൂപമാണ്. അതിനെ വ്യക്തമായി ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നും ആനന്ദത്തോടു കൂടി നമുക്കിവിടെ കഴിയാം. അതുകൊണ്ട് അത് അത്യന്തം മധുരമുള്ളതാണ്. പ്രമേഹ രോഗികൾക്കും ഈ മധുരം ആസ്വദിക്കാം. അവരുടെ ഷുഗർ ലെവലൊന്നും കൂടില്ല. മധുരം എന്ന് പറഞ്ഞാൽ ആനന്ദം, സുഖം. അങ്ങനെയുള്ള അനന്തമായ സുഖം സ്വരൂപമായിട്ടുള്ള ആത്മാവിനെ വ്യക്തമായി പ്രകാശിപ്പിക്കുന്നതാണ് ഈ ശാസ്ത്രം. ദുർബോധം മധുരം തത്തു ജ്ഞാസ്യന്തി ഇതോ ന സംശയ. മറ്റേത് കൃതി വായിച്ചിട്ടും ആത്മതത്വം പ്രകാശിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ കൃതി, വാസിഷ്ഠം എന്ന ഈ ഗ്രന്ഥം വായിച്ചാൽ ആത്മതത്വം പ്രകാശിക്കും. ഇതിന് ഞാൻ ഗ്യാരണ്ടി, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. വസിഷ്ഠ മഹർഷിക്കോ അല്ലെങ്കിൽ വാൽമീകി മഹർഷിക്കോ അശേഷം സംശയമില്ല. ഈ ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായി ഉള്ളിൽ ആത്മജ്ഞാനം തെളിയും. ആത്മജ്ഞാനത്തെക്കുറിച്ച് എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ ആ അവ്യക്തത ഈ ശാസ്ത്രം അധ്യയനം ചെയ്യുന്നതിലൂടെ നീങ്ങിക്കിട്ടും. ഇതിൽ ഒരു സംശയവുമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. വിദ്യമാനം നിത്യപ്രാപ്തമപി യത് ആത്മരൂപം ജ്ഞാനം. ഈ ആത്മാവാണ് ഓരോ ശരീരത്തിൻ്റെ ഉള്ളിലും ഞാൻ എന്ന് പ്രകാശിക്കുന്നത്. ഈ ഞാൻ എന്നുള്ള അനുഭവത്തെ പോലെ ഇത്ര വ്യക്തമായി അനുഭവപ്പെടുന്ന മറ്റൊരു അനുഭവവുമില്ല. കാരണം മറ്റുള്ള അനുഭവങ്ങളുടെ എല്ലാം തായ്വേര് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു പോലെ വർത്തിക്കുന്നതാണ് ഞാൻ എന്ന അറിവ്. എല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. കാമം, ക്രോധം, രാഗം, ദ്വേഷം, ലോഭം, മോഹം, ചൂട്, തണുപ്പ്, ജയം, പരാജയം, അജ്ഞാനം, ജ്ഞാനം, ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. ഞാനിപ്പോൾ അജ്ഞാനിയായി കഴിയുന്നു. എനിക്കാണ് ജ്ഞാനം ആവശ്യമായിട്ടുള്ളത്. ഞാനാണ് ജ്ഞാനം നേടണം എന്നാഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഞാൻ എന്നുള്ള അനുഭവം ഇപ്പം തന്നെ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുണ്ട്. ആ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി അത് നിലകൊള്ളുന്നു. അങ്ങനെ വ്യക്തമായി ഉള്ളിൽ പ്രകാശിക്കുന്ന ഈ ആത്മാവിനെ കുറിച്ച് ഇനി എന്താണ് അറിയാനുള്ളത്? ഞാൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രകടനമാണ്. ഞാനിൻ്റെ അനുഭവമില്ലാത്ത ഒരു വ്യക്തിയുമില്ലല്ലോ ലോകത്തിൽ. ഞാൻ എന്ന അനുഭവമില്ലാത്ത ഒരൊറ്റ വ്യക്തിയുമില്ല. എല്ലാവർക്കും ഞാനുണ്ട്. ഞാൻ, എനിക്ക്, എന്നെ, എന്നിൽ, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ദിവസേന പല പ്രാവശ്യം പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഞാനിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഉള്ളതാണ്. അത് ആത്മാവ് തന്നെയാണ് എന്നുകൂടെ അറിയണം. എൻ്റെ ഉള്ളിലെ ഞാൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രകടനമാണ്. അഥവാ ഞാൻ ആത്മാവ് തന്നെ എന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിവ് പൂർണ്ണമായി. ഞാനിൻ്റെ അനുഭവം ഇപ്പോഴേ ഉണ്ട്, അത് ആത്മപ്രകടനമാണ് എന്നുകൂടി അറിഞ്ഞാൽ ആത്മജ്ഞാനമായി. ശാസ്ത്രാന്തരാത് നജ്ഞാതം. എന്തൊക്കെ വായിച്ചാലും എത്ര പഠിച്ചാലും എന്തൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടാലും ഈ ആത്മതത്വത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അവ്യക്തത എല്ലാവരുടെ ഉള്ളിലും ബാക്കി നിൽക്കും. അത് ആത്മാവിനെ ദർശിക്കുന്നതിലൂടെ അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ ആ ഒരു മറ അല്ലെങ്കിൽ അവ്യക്തത മാറിക്കിട്ടുകയുള്ളൂ. പക്ഷേ വസിഷ്ഠ മഹർഷി പറയുന്നത് നിങ്ങൾ ആത്മജ്ഞാനം നേടാതെ തന്നെ, എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സാക്ഷാത്കരിക്കാതെ തന്നെ ഈ ഗ്രന്ഥം സശ്രദ്ധം വായിച്ചു പഠിച്ചാൽ, ഇതിൽ പറയുന്ന കാര്യം ഉൾക്കൊണ്ടാൽ, അത് തന്നെ ഈ ആത്മാവിനെക്കുറിച്ച് നിങ്ങളുടെ ഉള്ള ആ അവ്യക്തത മാറിക്കിട്ടും. ഈ ഗ്രന്ഥ പഠനം തന്നെ അവ്യക്തതയൊക്കെ മാറ്റിത്തരും എന്നാണ്. ആത്മാവിനെ നേരിട്ട് സാക്ഷാത്കരിക്കണം എന്ന് തന്നെ ഇല്ല. ബുദ്ധി കൊണ്ട് പരമാവധി ഈ ആത്മതത്വത്തെ നമുക്ക് ഗ്രഹിപ്പിച്ച് തരുന്നതാണ് ഈ ഗ്രന്ഥം. അതുകൊണ്ട് സാക്ഷാത്കാരം വരെയൊന്നും കാത്തിരിക്കേണ്ട. ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആത്മാവിൻ്റെ മറ മാറി അത് പ്രകാശിച്ചു തുടങ്ങുന്നതാണ്. അത്ര വിശ്വാസത്തോടു കൂടിയാണ് വസിഷ്ഠ മഹർഷി സംസാരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് കൊണ്ട് പൂർണ്ണമായി പ്രകാശിക്കാത്ത ആത്മജ്ഞാനം ഇതഃ അസ്മാത് ശാസ്ത്രാത് ജ്ഞാസ്യന്തി.
ഈ ശാസ്ത്രം മറ്റ് ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള അതേ ആത്മതത്വത്തെക്കുറിച്ചാണ് ഈ വാസിഷ്ഠത്തിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റ് ശാസ്ത്രങ്ങൾ വായിച്ചിട്ടും തീരാത്ത സംശയം, അല്ലെങ്കിൽ അപ്പോഴും അവശേഷിക്കുന്ന അവ്യക്തത ഈ ശാസ്ത്രം അധ്യയനം ചെയ്യുന്നതിലൂടെ തീർച്ചയായും മാറിക്കിട്ടും. നിങ്ങൾ ആത്മാവിനെ വ്യക്തമായി അറിയും. അറിയാതെ ഇരിക്കാനുള്ള സാധ്യത തീരെയില്ല എന്ന് അത്യന്തം ആത്മവിശ്വാസത്തോടു കൂടിയാണ് വസിഷ്ഠ മഹർഷി സംസാരിക്കുന്നത്. ഇതമുത്തമമാഖ്യാനം മുഖ്യാനാം ശാസ്ത്രദൃഷ്ടിഷു സുഖേന ബോധദം ഹൃദ്യം അപൂർവം നതു കിഞ്ചന. ഇതമുത്തമമാഖ്യാനം, അനേകം കഥകളിലൂടെയാണ് ഈ ആത്മതത്വത്തെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തമാക്കി തരുന്നത്. എത്ര കഥകളാണ് ഈ യോഗവാസിഷ്ഠത്തിൽ! ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സ്റ്റോറീസ് ഫ്രം യോഗവാസിഷ്ഠ. അതായത് ഇതിലുള്ള ഈ താത്വികമായ അംശത്തെ എല്ലാം മാറ്റിയിട്ട് കഥാഭാഗത്തെ മാത്രം എടുത്ത് ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സ്റ്റോറീസ് ഫ്രം യോഗവാസിഷ്ഠ. കാരണം അനേകം കഥകളാണ്. ഇങ്ങനെ അനേക കഥകളാകുമ്പോൾ കുട്ടികളുടെ സ്വഭാവമാണല്ലോ ഈ വലിയവർക്ക്. പ്രായം ചെല്ലുന്തോറും കുട്ടികളുടെ സ്വഭാവം വർദ്ധിച്ചു വരും. കൊച്ചുകുട്ടികൾ തൊട്ടിലും കിടക്കയിലും ഒക്കെ മുള്ളും. അതുപോലെ വയസ്സായി കഴിഞ്ഞാലും മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ മൂത്രം പോകും. അപ്പോൾ പാഡൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുക വേണം കഴിയാൻ. കാരണം ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമൊക്കെ ഇപ്പം തന്നെ എനിക്ക് ആ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഗതി എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ ഈ മൂത്രം നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല. കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കറിയാം, മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയതിന് ശേഷം 1-1.5 മണിക്കൂർ വരെ നമുക്ക് ആ മൂത്രം പിടിച്ച് നിർത്താൻ പറ്റും. ഇപ്പോൾ 2 മിനിറ്റ് പിടിച്ച് നിർത്താൻ പറ്റില്ല. അതെന്താണ്? ഇതെല്ലാം ഈ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പേശികളുടെ പ്രവർത്തനമാണ്. അതൊക്കെ വീക്കാവും, ദുർബലമാവും. അതുകൊണ്ടാണ് ഈ മൂത്രം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവുന്നത്. അപ്പം അതെന്തോ ആയിക്കോട്ടെ. ഇതമുത്തമമാഖ്യാനം, ഇതിൽ പറയപ്പെട്ടിട്ടുള്ളതൊക്കെ തത്വമൂല്യങ്ങൾ പ്രകാശിക്കുന്ന അത്ഭുതകരങ്ങളായ കഥകളാണ്. കഥ കേൾക്കാൻ താത്പര്യമുള്ള ഗംഗയ്ക്ക്. അപ്പോൾ ഇതമുത്തമമാഖ്യാനം മുഖ്യാനാം ശാസ്ത്രദൃഷ്ടിഷു, ശാസ്ത്രങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ, അതായത് മറ്റ് പല ശാസ്ത്രങ്ങളിലും യോഗവാസിഷ്ഠത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിദ്യാരണ്യസ്വാമികൾ രചിച്ച പഞ്ചദശിയിൽ വാസിഷ്ഠത്തിൽ നിന്ന് പല ശ്ലോകങ്ങളും അപ്പടി കോപ്പി ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ എത്രയോ മഹാത്മാക്കൾ ഈ വാസിഷ്ഠത്തിലെ ശ്ലോകങ്ങളെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇത് തികച്ചും ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. ശാസ്ത്രദൃഷ്ടികളിൽ തന്നെ അത്യന്തം മുഖ്യമാണ് എന്ന് പറഞ്ഞാൽ മറ്റു വേദാന്ത കൃതികളിൽ പോലും വാസിഷ്ഠത്തെ അതാത് ഗ്രന്ഥകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. വാസിഷ്ഠത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ മാഹാത്മ്യം അല്ലെങ്കിൽ വൈശിഷ്ട്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സുഖേന ബോധതം. മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പല വാക്കുകളും, അതായത് ചില സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ച് എന്താണ് അവിടെ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഒരു പ്രയാസവും കൂടാതെ വളരെ സുഖകരമായി ആത്മതത്വത്തെ വെളിപ്പെടുത്തി തരുന്നതാണ്. അതായത് കൊച്ചു കുട്ടികൾക്ക് പോലും ആത്മതത്വത്തെ മനസ്സിലാക്കി തരാൻ ശക്തിയുള്ളതാണ് ഈ ഗ്രന്ഥം. സുഖേന ബോധതം. ബോധം എന്നുള്ളതിന് അറിവ്, ജ്ഞാനം എന്നർത്ഥം. ജ്ഞാനത്തെ അനായാസം നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഈ കൃതി. ഹൃദ്യം, അത്യന്തം രസകരമാണ്. ശ്രദ്ധിച്ച് യോഗവാസിഷ്ഠം കേൾക്കുന്ന ഒരാൾ ഉറങ്ങിപ്പോയില്ല. എന്നിട്ടും ഉറങ്ങുന്നു എങ്കിൽ അത് കൃതിയുടെ ദോഷമല്ല, യോഗവാസിഷ്ഠത്തിൻ്റെ കുറ്റമല്ലാതെ അത് ശ്രോതാവിൻ്റെ കുറ്റമാണ്.
ശ്രോതാവ് ഉറങ്ങിപ്പോകുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കാരണങ്ങൾ പലതുമാവാം. രാത്രി ഉറക്കം ലഭിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം വരും. സാരമില്ല, പകുതിയെങ്കിലും നേരെ കേട്ടാൽ മതി എന്നാണ് ഈ പറയുന്നതിൻ്റെ. പകുതിയെങ്കിലും നമ്മുടെ കർണപുടങ്ങളിലൂടെ മസ്തിഷ്കത്തിൽ പ്രവേശിക്കുമെങ്കിൽ അത് തന്നെ ഉദ്ദിഷ്ട ഫലം നൽകും. ഹൃദ്യമാണിത്, അത്യന്തം രസകരമാണ്. അതിസൂക്ഷ്മമായ വിഷയത്തെ രസകരമായി പ്രതിപാദിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ കാര്യമല്ല. വളരെ ടഫായിട്ടുള്ള ചില ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ നല്ല ഒരു ഗണിതാധ്യാപകൻ കുട്ടികൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം വഴി എഴുതി പറഞ്ഞു കൊടുക്കുമ്പോൾ ഏത് മരമണ്ടനും അത് മനസ്സിലാവും. അപ്പോൾ ഈ കണക്കും വേദാന്തവും പരസ്പര ബന്ധമുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ലോകത്തിലുള്ള മിക്കവാറും തത്വജ്ഞാനികൾ നല്ല ഗണിതശാസ്ത്രജ്ഞന്മാരുമായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്വാമി രാമതീർത്ഥൻ ഗണിത അധ്യാപകനായിരുന്നു, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ലാഹോർ യൂണിവേഴ്സിറ്റിയിലെ ഗണിതശാസ്ത്ര തലവനായിരുന്നു, ഗണിതശാസ്ത്രം വിഭാഗത്തിൻ്റെ തലവനായിരുന്നു സ്വാമി രാമതീർത്ഥൻ. ഒന്നാം തരം വേദാന്തിയുമായിരുന്നു. ഇനി നമുക്ക് പാശ്ചാത്യ തത്വചിന്തകന്മാരുടെ കാര്യം എടുക്കാം. ബെർട്രൻഡ് റസൽ ഒന്നാം തരം ഫിലോസഫറുമാണ്, മാത്തമാറ്റീഷ്യനുമാണ്. അപ്പോൾ ഈ ഗണിതശാസ്ത്രത്തിനും വേദാന്തത്തിനും അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അവസാനത്തെ ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ ദുർഗാനന്ദ സ്വാമി, അദ്ദേഹം കണക്കായിരുന്നു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഗണിതശാസ്ത്രം. അദ്ദേഹം നല്ല ഒരു വേദാന്തിയുമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേദാന്തവും ഗണിതശാസ്ത്രവും യുക്തിയിലധിഷ്ഠിതമാണ്. യുക്തിയെ അടിസ്ഥാനമാക്കി. മലയാളം, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിനൊന്നും യുക്തിയൊന്നുമില്ല. ദർ ഈസ് നോ ലോജിക്. കുറേ പരീക്ഷണങ്ങൾ, അതിനെ തുടർന്നുള്ള നിരീക്ഷണങ്ങൾ, എന്നിട്ട് അതിനെ ഒരു ശാസ്ത്രമായി അവതരിപ്പിക്കുന്നു. ഇവിടെ ആ പരിപാടിയേ ഇല്ല. പരീക്ഷണങ്ങളുണ്ട്, നിരീക്ഷണങ്ങൾ നിങ്ങൾക്കാവാം, പക്ഷേ അതിനെയൊക്കെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്ന രണ്ട് ശാസ്ത്രങ്ങളാണ് ഗണിതശാസ്ത്രവും വേദാന്തശാസ്ത്രവും. അതുകൊണ്ട് ഇവയ്ക്ക് തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഇനി ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതായത് വേദാന്തത്തിൽ അഭിരുചി ഉണ്ടെങ്കിൽ അയാൾക്ക് കണക്കിലും അഭിരുചി ഉണ്ടാവും. കണക്കിൽ അഭിരുചിയുള്ള എല്ലാവർക്കും വേദാന്തത്തിൽ അഭിരുചി ഉണ്ടാവണമെന്നില്ല. എന്നാലും ഇത് രണ്ടും കൈകോർത്തു പോകുന്ന രണ്ട് ശാസ്ത്രങ്ങളാണ്. ഇപ്പോൾ ഹൃദ്യമാണ്, അപൂർവം നതു കിഞ്ചന. ഇപ്പോൾ മറ്റ് വേദാന്ത കൃതികളിൽ പറയപ്പെടാത്ത ഏതെങ്കിലും പുതിയ കാര്യം ഈ വാസിഷ്ഠത്തിൽ പ്രതിപാദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പുതിയതൊന്നും പറയാനില്ല. വസിഷ്ഠ മഹർഷിക്ക് വേദങ്ങളും ഉപനിഷത്തുക്കളും മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളും ഈ വേദാന്ത കൃതികളിൽ എന്താണോ പറയപ്പെട്ടിട്ടുള്ളത് അതിൻ്റെയൊക്കെ കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്ന ആത്മതത്വത്തെക്കുറിച്ച് തന്നെയാണ് വസിഷ്ഠ മഹർഷിയും പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ വാൽമീകി തൻ്റെ ഈ കൃതിയിൽ വിവരിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മറ്റാരും പറയാതെ, അവർ പറയാൻ വിട്ടുപോയതല്ല, പക്ഷെ മറ്റുള്ളവർ ഈ ശാസ്ത്രത്തെ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത്, ഈ അവതരണ ശൈലി എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഒരേ കാര്യം രണ്ട് അധ്യാപകന്മാർ പഠിപ്പിക്കുന്നു. ഒരധ്യാപകൻ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു, മറ്റേ അധ്യാപകൻ പഠിപ്പിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇതിന് കാരണം? പഠിപ്പിക്കപ്പെടുന്ന വിഷയം ഒന്നാണെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അവതരിപ്പിക്കുന്ന രീതി, കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആ രീതിയിൽ കുട്ടികളുടെ നിലവാരത്തിലേക്ക് താണു വന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അധ്യാപകൻ അങ്ങ് കൊമ്പത്ത് കയറി ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലെവലിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ
ഈ താഴേക്കിടയിലുള്ള കുട്ടികൾക്ക്, സാധാരണ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ പഠിപ്പിക്കുക, അധ്യാപനം എന്ന് പറയുന്നത് ഒരു സവിശേഷമായ കഴിവാണ്. നമ്മുടെ അധ്യാപകന്മാരുണ്ട്, ഇവരൊക്കെ BA B.Ed അല്ലെങ്കിൽ MA MND ഒക്കെ പാസ്സായിട്ടാണ് സ്കൂളിൽ അധ്യാപകന്മാരായി ജോലി ചെയ്യുന്നത്. ഇവരിൽ എത്ര പേർക്ക് അധ്യാപനത്തിൽ അഭിരുചിയുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്? ഈ ഒരു കഴിവ് പരിശോധിച്ചിട്ടാണോ ഇവരെ സർക്കാർ നിയമിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ടീച്ചിങ് സ്കിൽ എന്ന് പറയും. ടീച്ചിങ് സ്കിൽ, അതായത് പഠിപ്പിക്കാൻ ഒരു സവിശേഷമായ കഴിവ് വേണം. നിങ്ങൾ നല്ലപോലെ പഠിച്ച ആളായിരിക്കും, പക്ഷെ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഗംഭീരനായിരിക്കും, നിങ്ങൾ 100-ന് 100 മാർക്ക് വാങ്ങിച്ച ആളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് വേറൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ടോ, ഈ കഴിവ് പരീക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നെ പഠിപ്പിച്ചിട്ടുള്ള പല സാറന്മാരും അവർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ അത്യന്തം വിനയത്തോടു കൂടി തന്നെ ആ കാര്യം അറിയിക്കട്ടെ. അവർ പഠിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ സിനിമ കാണുന്നത് പോലെ, അല്ലെങ്കിൽ കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വടി വിഴുങ്ങിയതുപോലെ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യും. കാരണം പറഞ്ഞതൊന്നും മനസ്സിലായില്ല. പക്ഷെ ചില അധ്യാപകർ അങ്ങനെയല്ല, നല്ല പോലെ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ബുദ്ധിയുടെയും കൂടെ ഒരു കഴിവാണ്. പക്ഷേ ആ വിഷയം അവതരിപ്പിക്കണമല്ലോ, അതിനും പ്രാധാന്യമുണ്ട്. അധ്യാപകൻ നല്ലതുപോലെ ആ വിഷയം കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. കുട്ടികൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അത് നല്ലതുപോലെ ഗ്രഹിക്കുകയും വേണം. എന്നാലേ ആ പഠനവും പാഠനവും ഫലവത്താകും. ഇപ്പം ഇത് ഹൃദ്യമാണ്, അപൂർവം നതു കിഞ്ചന. മറ്റ് സ്ഥലങ്ങളിൽ പറയപ്പെടാത്ത ഒന്നും ഈ വാസിഷ്ഠത്തിൽ പുതിയതായിട്ട് പറയപ്പെടുന്നു എന്ന് കരുതരുത്. എല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവതരണ ശൈലിയിൽ വലിയ വ്യത്യാസമുണ്ട്. അനേകം കഥകളിലൂടെ, പലതരം ഉദാഹരണങ്ങളിലൂടെ, പലതരം വീക്ഷണകോണുകളിലൂടെ ഈ ആത്മതത്വത്തെ പ്രതിപാദിക്കുന്നു ഈ ഗ്രന്ഥം എന്നുള്ളതാണ് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഈ ഗ്രന്ഥത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. ശാസ്ത്രദൃഷ്ടിഷു മുഖ്യാനാം ആഖ്യാനാനാം മധ്യേ ഇതമാഖ്യാനം ഉത്തമം. പല ശാസ്ത്രങ്ങളിലും പല കഥകളും ഉദാഹരണങ്ങളും ഒക്കെ പറയുന്നുണ്ട് അധ്യാത്മ ഗ്രന്ഥങ്ങളിൽ. പക്ഷേ അങ്ങനെയുള്ള കഥകളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട അത്യുത്തമങ്ങളായ ആഖ്യാനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ധാരാളം കാണാൻ പറ്റും. അസ്മിൻ ആഖ്യാനെ അപൂർവം അനാദി തത്വവിത് സമ്പ്രദായ പ്രസിദ്ധ വ്യതിരിക്തം സ്വകപോലകൽപ്പിതം കിഞ്ചന ന തു നാസ്ത്യേവ. ഇപ്പം മറ്റ് ഗ്രന്ഥങ്ങളിലൊന്നും പറയപ്പെടാത്ത പുതിയ ഒരു കാര്യം ഈ വസിഷ്ഠ മഹർഷി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. എല്ലാം നേരത്തെ അവതരിപ്പിക്കപ്പെട്ടതാണ്. മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ മറ്റ് പല രീതികളിലും വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ കൃതി അവയിൽ നിന്നൊക്കെ വിഭിന്നമാണ്. അത് അവതരണ ശൈലി കൊണ്ട് ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അപൂർവം അനാദി തത്വവിത് സമ്പ്രദായ പ്രസിദ്ധ വ്യതിരിക്തം. ഈ വേദാന്തം എന്ന് പറയുന്നത് ചിരപുരാതനമാണ്. എത്രയോ വേദാന്തികൾ, ജ്ഞാനികൾ ഇവിടെ ജീവിച്ച് അവരുടെ ശരീരത്തെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആ തത്വജ്ഞാനികളുടെ സമ്പ്രദായത്തിൽ നിന്നും വിഭിന്നമായ ഒരു സമ്പ്രദായമല്ല ഈ ഗ്രന്ഥത്തിൽ പിന്തുടരപ്പെടുന്നത്. അതേ വഴി തന്നെയാണ് ചോദ്യോത്തരങ്ങൾ. രാമൻ ചോദ്യം ചോദിക്കുന്നു, വസിഷ്ഠ മഹർഷി മറുപടി പറയുന്നു. അപ്പോൾ ആഖ്യാന ശൈലിയിൽ വലിയ വ്യത്യാസമില്ല, പക്ഷേ അവതരണ ശൈലിയിൽ വലിയ വ്യത്യാസമുണ്ട്. അതാണ് ഇതിനെ ശ്രേഷ്ഠം ആക്കി തീർക്കുന്നത്. സ്വകപോലകൽപ്പിതം കിഞ്ചന നതു നാസ്ത്യേവ. കപോലകൽപ്പിതം, കപോലം എന്നുള്ളതിന് കവിൾ എന്നാണ് അർത്ഥം.
കപോലകൽപ്പിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിയുടെ ഭാവനയിൽ വിടർന്നത്, ഒരാളുടെ സങ്കല്പത്തിൽ വിരിഞ്ഞത്. അങ്ങനെയുള്ള ഒന്നാണെങ്കിൽ വ്യത്യസ്തമായിരിക്കും ഓരോ കൃതിയും. എല്ലാ കൃതികളും ആത്മതത്വത്തെയാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ഈ കൃതി വാൽമീകി മഹർഷിയുടെയോ അല്ലെങ്കിൽ വസിഷ്ഠ മഹർഷിയുടെയോ കപോലകൽപ്പിതമല്ല എന്ന് പറഞ്ഞാൽ അതാത് വ്യക്തികളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടല്ല. ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുക്കൾ, വേദങ്ങൾ, പൂർവസൂരികൾ രചിച്ച അനേകം അധ്യാത്മ ഗ്രന്ഥങ്ങൾ, അതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയും പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പുതുമയൊന്നുമില്ല. എന്നാൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവതരണ ശൈലിയിലുള്ള വ്യത്യാസമാണ്, അല്ലാതെ വിഷയത്തിൽ കാര്യമായ വ്യത്യാസമൊന്നും ഇല്ല. നാനാഖ്യാന കഥാചിത്രം വിനോദേന വിചാരയേത് ഇദം ശാസ്ത്രം പരം യാതി പുമാൻ നാസ്ത്യത്ര സംശയഃ. നാനാഖ്യാന കഥാചിത്രം, വാക്കുകളിലൂടെ വരയ്ക്കുന്ന ഒരു ചിത്രമാണ് യോഗവാസിഷ്ഠം. ഏത് കൃതിയും അങ്ങനെ തന്നെയാണ്. കഥകളിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ വിഷയം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായിത്തീരും. ഇവിടെയും അത് തന്നെയാണ്. അനേകം കഥകളിലൂടെയാണ് അതിസൂക്ഷ്മങ്ങളായ തത്വങ്ങളെ വസിഷ്ഠ മഹർഷി വിവരിക്കുന്നത്. വിനോദേന വിചാരയേത്. ഇത് മസിൽ പിടിച്ചൊന്നും നിങ്ങൾ വായിക്കണ്ട, മസിൽ പിടിക്കരുത്. ബാലരമയും പൂമ്പാറ്റയും ഒക്കെ വായിക്കുന്നത് പോലെ ചുമ്മാ അങ്ങ് വായിച്ചുകൊണ്ട് പോവുക, വായിച്ച് രസിക്കുക. അല്ലാതെ ഇത് ഏതോ വലിയ അധ്യാത്മശാസ്ത്രമാണ്, ആത്മതത്വം, അത് മനസ്സിലാക്കാൻ വലിയ ഒരു ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ട കൃതിയല്ല. വിനോദം, ജസ്റ്റ് ടൈം പാസ്. അതായത് നമുക്ക് ഒരു സമയം, ഒരു നേരം പോക്ക്, സമയം പോകാൻ വേണ്ടി ഈ പുസ്തകം എടുക്കുക. ഇവിടുന്ന് എറണാകുളത്ത് പോവുകയാണെങ്കിൽ സാറിൻ്റെ വാസിഷ്ഠ സുതയും കൊണ്ട് വണ്ടിയിൽ കയറുക. പുറത്ത് കാഴ്ചകൾ നോക്കി സമയം കളയുന്നതിന് പകരം ആ പുസ്തകം മറിച്ച് ഓരോ പേജായിട്ട് ഇങ്ങനെ, വലിയ മസിലൊന്നും ഇല്ല, പിടിക്കണ്ട, ഒന്നും മനസ്സിലാവുന്നില്ല, മനസ്സിലാക്കണം, ഇത് ഓർമ്മയിൽ സൂക്ഷിക്കണം, അങ്ങനെയുള്ള ഒരു ബലപ്രയോഗമൊന്നും ഇല്ലാതെ ചുമ്മാതെ കഥ വായിക്കുന്നത് പോലെ, ടോംസിൻ്റെ ബോബനും മോളിയും വായിക്കുന്നത് പോലെ വായിച്ച് രസിക്കുക. വസിഷ്ഠ മഹർഷി പറയുകയാണ്, ഇത് വിനോദമായിട്ട് വായിച്ചാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ തത്വം തെളിയുന്നതാണ്. ഇനിയിപ്പോൾ സീരിയസ് ആയി അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. എന്താ ജ്ഞാനം? ചുമ്മാതെ വായിച്ചാൽ തന്നെ ചില കുട്ടികൾ, ചില മാതാപിതാക്കൾ പറയും, എൻ്റെ മോൻ അവൻ വീട്ടിൽ വന്നൊന്നും പഠിക്കത്തില്ല, അവൻ സ്കൂളിൽ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവൻ വീട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ടി വിയും കണ്ടുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. 100ന് 90, 95 എല്ലാറ്റിനും A+ ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവൻ നേരെ പഠിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. തമാശ രൂപത്തിൽ, അതായത് വലിയ ഗൗരവമൊന്നും ഇല്ലാതെ തന്നെ നേരം പോക്കായിട്ട് തന്നെ വായിക്കുന്ന ഈ പാഠങ്ങൾ പഠിക്കുന്ന കുട്ടിക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്നു എങ്കിൽ അവൻ ശ്രദ്ധിച്ചു പഠിച്ചിരുന്നാൽ എന്തായിരിക്കും എന്ന് വെച്ച് നമ്മൾ നിസ്സാരമായി കരുതണം. ഇതിനെ ഉടനെ ഈ ചിത്രകഥ വായിക്കുന്നത് പോലെ വായിക്കണമെന്നല്ല. അതായത് സമയം പോകാൻ വേണ്ടി നിങ്ങളിത് വായിച്ചാലും അതിൻ്റേതായിട്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവമായി കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇത് വായിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടാതിരിക്കുമോ? നിങ്ങൾക്ക് ആ ഫലം നഷ്ടമാകുമോ? ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് ഗൗരവത്തോടു കൂടി വായിക്കരുത് എന്നല്ല, വിനോദമായി സമയം പോകാൻ വേണ്ടി വായിച്ചാൽ പോലും ഇത് ഉദ്ദിഷ്ടഫലം നൽകും. ഇദം ശാസ്ത്രം പരം യാതി പുമാൻ നാസ്ത്യത്ര സംശയഃ. ഈ യോഗവാസിഷ്ഠം വായിക്കുന്നവൻ പരമതത്വത്തെ കണ്ടെത്തും, സാക്ഷാത്കരിക്കും. അയാൾക്ക് അയാളിൽ നിന്ന് ആത്മാവിന് അല്ലെങ്കിൽ ഭഗവാന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. എവിടെ ഒളിഞ്ഞു നിന്നാലും ഈ ഗ്രന്ഥം വായിക്കുന്നവൻ ആ ദൈവത്തെ കണ്ടുപിടിക്കും. ഇത്ര ഉറപ്പോടുകൂടി വസിഷ്ഠ മഹർഷി സംസാരിക്കണമെങ്കിൽ
അദ്ദേഹം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വാൽമീകി മഹർഷി താൻ എഴുതിയ ഒരു കൃതിയായതുകൊണ്ടോ അല്ല. അതിന് അത്രമാത്രം സവിശേഷതയുണ്ട്, അത്ര കണ്ട് മഹത്വം ഈ ഗ്രന്ഥത്തിനുണ്ട്. അവരുടെ ആത്മവിശ്വാസമാണ് നമുക്ക് ഇങ്ങനെയുള്ള വാക്കുകളിൽ കാണാൻ കഴിയുക. അതുകൊണ്ട് അയാൾ പരമതത്വത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. ആര്? ഈ ഗ്രന്ഥം അധ്യയനം ചെയ്യുന്ന ഒരാൾ. അയാൾക്ക് ആത്മജ്ഞാനം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കണ്ടെത്തും, അയാൾ സാക്ഷാത്കരിക്കും.